2026 CGL എക്സാം വരാൻ പോവാണ് അല്ലേ? അപ്പൊ ഈ CGL എക്സാമിന് വേണ്ടിയിട്ട് GK ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് പഠിക്കുക, അല്ലെങ്കിൽ GKയിൽ നിന്ന് ഒരുവിധം നല്ല മാർക്ക് നമുക്ക് എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും? നമുക്കറിയാം, എപ്പോഴും നമ്മളെ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നത് തൊട്ട് മുന്നത്തെ വർഷം നടന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ 2022 മുതൽ 24 വരെ നടന്ന CGL എക്സാമിന്റെ GK ക്വസ്റ്റ്യൻസിൽ നിന്നും കുറച്ചധികം മാറ്റങ്ങൾ വരുത്തിയിട്ടായിരുന്നു 2025 എക്സിക്യൂട്ടീവ് പാറ്റേൺ അനുസരിച്ച് GKയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ആ വന്ന മെയിൻ ആയിട്ടുള്ള മാറ്റം? ആ മാറ്റങ്ങളിൽ ഏത് ടോപ്പിക്കിന് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കണം, ഏത് ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു, ഈ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തിട്ട് വേണം 2026 CGL എക്സാമിന് നമ്മൾ പഠിക്കാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ GK ഏകദേശം 10ഓളം സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ? ഈ 10 സബ്ജക്റ്റുകളും കംപ്ലീറ്റ്ലി പഠിച്ചിട്ട് നമ്മുടെ എക്സാമിന് പോകുന്നത് പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കി ആ ഏരിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം നല്ല മാർക്ക് GK സബ്ജക്റ്റിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതുകൊണ്ട് തന്നെ 2025 നടന്ന CGL എക്സാമിന് GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയയിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദിച്ചു എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഡിസ്കസ് ചെയ്തതിനു ശേഷം 2026 CGL എക്സാമിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമുക്കറിയാം മൊത്തത്തിലുള്ള മാറ്റം നമുക്കറിയാലേ. 2026 CGL നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ സെക്ഷണൽ ടൈമർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓരോ സെക്ഷനും നമുക്ക് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് 15 മിനിറ്റ്സ് ആണ്. അപ്പൊ നമ്മുടെ GKയും 25 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ മുന്നിലുള്ളത് 15 മിനിറ്റ് ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കാം GK അല്ലേ, 15 മിനിറ്റ് കൊണ്ട് 25 ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. അങ്ങനെ ആയിരിക്കൂല. അപ്പൊ അവിടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് കുറച്ച് വായിച്ചാൽ സമയം എടുക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരാം, എങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവൂലേ? അതും ഉണ്ടാവും. അപ്പൊ അതിനെ വെച്ചൊക്കെ പറയാം. അതിനു മുന്നേ പുതിയതായിട്ട് വന്ന മാറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സെക്ഷണൽ ടൈമർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ GK നമുക്ക് ചെയ്യാനായിട്ട് 25 ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 15 മിനിറ്റ്സ് ആണെന്നുള്ളത് അറിയുക. ഇനി തൊട്ട് മുന്നത്തെ വർഷത്തിൽ ഏതൊക്കെ സബ്ജക്റ്റുകളിൽ നിന്നാണ് എങ്ങനെയൊക്കെയാണ് GKയുടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, അതിൽ കുറച്ച് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഷിഫ്റ്റുകളിലും അനലൈസ് ചെയ്യുമ്പോൾ അതിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ആ ഒരു അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം വന്നിട്ടുള്ളത് എങ്ങനെയാണെന്നാണ് ഈ ഒരു സ്ലൈഡിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. അതായത് ചില ഷിഫ്റ്റുകളിൽ ഉണ്ടല്ലോ നമ്മുടെ കറണ്ട് അഫേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് 9 to 10ഓളം കറണ്ട് അഫേഴ്സ് ഉണ്ടായിരുന്നു. 9 to 10ഓളം ക്വസ്റ്റ്യൻസ് കറണ്ട് അഫേഴ്സ്, അത് ഡയറക്ട്ലി നടന്നിട്ടുള്ള കറണ്ട് അഫേഴ്സും ചോദിച്ചു. കറണ്ട് അഫേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സ്റ്റാറ്റിക് GK ആ ഒരു ക്വസ്റ്റ്യൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് 9 to 10 ക്വസ്റ്റ്യൻസോളം, 25 ക്വസ്റ്റ്യൻസിൽ 9 to 10 ക്വസ്റ്റ്യൻസോളം ചില ഷിഫ്റ്റുകളിൽ കറണ്ട് അഫേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നീട് കൂടുതൽ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് പൊളിറ്റിന്ന് 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സ്റ്റാറ്റിക് GK, ആർട്സ് ആൻഡ് കൾച്ചറും ബുക്സ്, സ്പോർട്സ്, മിസലേനിയസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കി 5 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദെൻ നമ്മുടെ ജോഗ്രഫിന്ന് ചില ഷിഫ്റ്റുകളിൽ ഒരു 1 to 2 ക്വസ്റ്റ്യൻസ് മാത്രമേ കണ്ടുള്ളൂ. എക്കണോമിക്സിൽ നിന്നും ചില ഷിഫ്റ്റുകളിൽ 1 to 2 ക്വസ്റ്റ്യൻസ്, ചില ഷിഫ്റ്റുകളിൽ അത് 3 to 4 ആയിട്ട് മാറിയിട്ടുണ്ട്. ദെൻ ഇവിടെ നമുക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് സയൻസ് സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. അതായത് ഫിസിക്സിൽ നിന്ന് 1 ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രിയിൽ നിന്ന്, ബയോളജിയിൽ നിന്ന് 1 അല്ലെങ്കിൽ ചില ഷിഫ്റ്റുകളിൽ മാത്രം ഫിസിക്സിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. എന്നാൽ സയൻസ് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാൻ ഞാൻ പറയൂല. അത്തരത്തിൽ സയൻസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് റാങ്ക് മേക്കിംഗ് മാർക്ക് തന്നെയാണ്. ഓക്കെ, പക്ഷെ സയൻസ് ഒരുപാട് അങ്ങ് പഠിച്ച് സമയം കളയണ്ട. കാരണം നമുക്ക് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അവിടെ കുറവാണ്. ഓക്കെ, ഇനി മറ്റു കുറച്ച് ഷിഫ്റ്റുകൾ അനലൈസ് ചെയ്യുമ്പോൾ എല്ലാ ഷിഫ്റ്റിലും ആ ഒരു മെത്തേഡിൽ ആയിരുന്നില്ല ക്വസ്റ്റ്യൻ വന്നത്. ചില ഈ ഷിഫ്റ്റിൽ കണ്ടോ, ഒരു 2 to 3 ഷിഫ്റ്റില് ചില ഷിഫ്റ്റുകളൊന്നും ഹിസ്റ്ററി എന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ചില ഷിഫ്റ്റുകളിൽ ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററി എന്നാണ്. അവിടെ കണ്ട ജോഗ്രഫിന്ന് ഒരു 4 ക്വസ്റ്റ്യൻ ചോദിച്ചു. അതുപോലെ തന്നെ പൊളിറ്റിന്ന് ഒരു 4 ക്വസ്റ്റ്യൻ, അവിടെ സ്ട്രാറ്റജിക്ക് ഒരു 8 ക്വസ്റ്റ്യൻ, കറണ്ട് അഫേഴ്സ് ഒരു 5 ക്വസ്റ്റ്യൻ, എക്കണോമിക്സ് ഒരു 1 ക്വസ്റ്റ്യൻ, ഫിസിക്സ് കെമിസ്ട്രി ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല, ബാക്കി മിസലേനിയസ് 1 ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കഴിഞ്ഞ CGL എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്. അതായത് പ്രോപ്പർലി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് കറണ്ട് അഫേഴ്സ് ഏറ്റവും നന്നായിട്ട് പഠിക്കാം. കറണ്ട് അഫേഴ്സിൽ നമുക്കറിയാം ലേറ്റസ്റ്റ് നടക്കുന്ന എക്സാമിനൊക്കെ ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്പോർട്സിൽ നിന്നുള്ള കറണ്ട് അഫേഴ്സ്, അത് പണ്ട് മുതലേ തന്നെ എപ്പോഴും അങ്ങനെ തന്നെ ചോദിക്കുന്ന. അതുപോലെ ഡിഫൻസ്, അതുപോലെ തന്നെ സ്പേസ്, സബ്മിറ്റുകള്,
പിന്നെ നരേന്ദ്രമോദിയുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ടുകൾ, നരേന്ദ്രമോദി ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന ഏതെങ്കിലുമൊക്കെ അവാർഡുകൾ, ഇത്തരം കാര്യങ്ങളെല്ലാം എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഡെഫിനറ്റ്ലി പഠിച്ചോണം പത്മ അവാർഡ്സ്, പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ ലഭിച്ച ആർട്സ് ആൻഡ് കൾച്ചറുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺസ്. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരും. എക്കണോമിക് സർവേ പഠിക്കുക, ബജറ്റ് പഠിക്കുക, ഭാരതരത്ന പഠിക്കുക, ഇൻഡിപെൻഡൻസ് ഡേ പഠിക്കുക, റിപ്പബ്ലിക് ഡേ പഠിക്കുക. ഇതിനൊക്കെ മിക്ക ഷിഫ്റ്റുകളിലും ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്തോണം, പഠിച്ചോണം. ഓക്കെ, ദെൻ പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പറയും തൽക്കാലം സയൻസ് സബ്ജക്റ്റുകൾക്ക് വേണമെങ്കിൽ കുറച്ച് പ്രയോറിറ്റി കൊടുക്കാം. ബാക്കി സബ്ജക്റ്റുകൾ എല്ലാം ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. അതായത് സ്ട്രാറ്റജിക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ്, ഈ സബ്ജക്റ്റുകളെ ഏറ്റവും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. ഇനി വീണ്ടും ഡൗട്ട്, ഈ ടോപ്പിക്കുകൾ എല്ലാം കൂടി പഠിക്കാനുള്ള സമയം നമ്മുടെ മുന്നിലില്ല. അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഓരോ ടോപ്പിക്കിൽ നിന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏത് രീതിയിൽ പഠിച്ചാൽ ആ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന CGL എക്സാമിന് ടയർ 1-ന് നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിനു മുന്നേ 2025 എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞാൻ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് കാണിച്ചു തരാം. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. ഒരു 2 ക്വസ്റ്റ്യൻസ് താണ്ട് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഉണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലും വന്നിട്ടുണ്ട്. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴേ, അതായത് തൊട്ട് മുന്നേ വർഷങ്ങളിൽ നമുക്കറിയാം കൂടുതൽ ക്വസ്റ്റ്യൻസും ഈ വൺ ലൈനർ മെത്തേഡിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഡയറക്റ്റ്ലി ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ എവിടെയാണ്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് കുറച്ച് ഫാക്ടുകളെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ഉണ്ടല്ലോ, അന്ന് നമ്മൾ പഠിച്ചു വെച്ച വൺ ലൈനേഴ്സിനെ എല്ലാം കൂടി കണക്ട് ചെയ്ത് ഒരൊറ്റ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു ചോദിക്കുന്നു. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വർഷം നടന്ന ഹിസ്റ്ററിയുടെ ആയിക്കോട്ടെ, ജോഗ്രഫിയുടെ ആയിക്കോട്ടെ, സ്ട്രാറ്റജിക്കയുടെ ആയിക്കോട്ടെ, ഏത് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്താലും അത് തന്നെയാണ് മനസ്സിലാവുന്നത്. വൺ ലൈനർ ആയിട്ട് പഠിച്ചു വെച്ചിരുന്ന 3-4 ഫാക്ടുകളെ സ്റ്റേറ്റ്മെന്റ്, ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു 3-4 സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ട് അതിൽ ഏതാണ് കറക്റ്റ്, ഏതാണ് ഇൻകറക്റ്റ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. അതാണ് വന്ന മേജർ മാറ്റം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ ടോപ്പിക്കിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കി ആ ഏരിയയുടെ തിയറി കോൺസെപ്റ്റുകൾ നല്ല രീതിയിൽ പഠിക്കണം. നല്ല രീതിയിൽ പഠിക്കുക. പിന്നീട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇവ ഡയറക്ട്ലി ഇപ്പം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ചെരാവു എവിടെയാണെന്ന് ചോദിച്ചിട്ടുള്ളതിന് ആൻസർ, ചെരാവു ഫെസ്റ്റിവൽ എവിടെയാണെന്ന് ചോദിച്ചിട്ടുള്ളതിന് ആൻസർ അത് മിസോറാമിൽ, അല്ലെങ്കിൽ ചെരാവു ഡാൻസ് എന്ന് പറയുന്നത് ബാംബു ഡാൻസ് ആണ്, അത് മിസോറാമിലാണെന്ന് അറിയാം. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇതുവരെ നടന്ന എക്സാമിന്റെ കംപ്ലീറ്റ് ഫാക്ടുകൾ പഠിക്കുകയാണെങ്കിൽ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിച്ചാലും നമുക്കറിയാം. അതായത് മുന്നേ ചോദിച്ചുകൊണ്ടിരുന്ന വൺ ലൈനേഴ്സിനെയാണ് ഇപ്പൊ ഒരു ക്വസ്റ്റ്യനില് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ടുള്ളത്. ആ പറഞ്ഞ കാര്യം മനസ്സിലായോ? അതായത് സിമ്പിൾ ആയിട്ട് വൺ ലൈനർ ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസിനെ എല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് ഇപ്പൊ എന്താക്കുന്നു, ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെന്റ് ആക്കി ക്വസ്റ്റ്യൻസ് വരുന്നു. ഓക്കെ, അതാണ് വന്നിട്ടുള്ള മേജർ മാറ്റം. ഇവിടെ നോക്ക്, കഴിഞ്ഞ പ്രാവശ്യം CGL തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ which article enables the president to establish an interstate council. ഇത് മുന്നേ തന്നെ പ്രീവിയസ് ഇയറുകളായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ തൊട്ടടുത്ത് കണ്ടോ, നമ്മുടെ ജോഗ്രഫി അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് 2 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, സ്റ്റേറ്റ്മെന്റ് 1 ആണോ സ്റ്റേറ്റ്മെന്റ് 2 ആണോ, ബോത്ത് 1 and 2, neither 1 nor 2. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. അപ്പൊ അത്തരം ക്വസ്റ്റ്യൻ ആണ് ചിലപ്പോൾ നമുക്ക് ഡൗട്ട് വരിക, കാരണം നമുക്ക് തെറ്റാൻ കൂടുതൽ സാധ്യത. പക്ഷെ തിയറി കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് പഠിച്ചു, ആ തിയറി കോൺസെപ്റ്റുകളിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. 100% ഷുവർ. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇനി പറയാനുള്ളത്, ഓരോ ടോപ്പിക്കിലും എല്ലാ, അല്ലെങ്കിൽ ഒരു ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്ട് എടുത്തു, ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്ട് എടുത്തു, അവിടെ എല്ലാം കൂടി പഠിക്കാന്നുള്ളതല്ല, അവിടെ കുറച്ച് ഏരിയാസ് ഉണ്ട്. എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് പാറ്റേണിൽ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് ആദ്യം പഠിക്കാം, അതിനുശേഷം വേണം പ്രയോറിറ്റി കുറഞ്ഞ ഏരിയകളിൽ നോക്കിപ്പോ, അല്ലെങ്കിൽ പ്രയോറിറ്റി കുറഞ്ഞ ഏരിയകളിലേക്ക് പഠിക്കാനായിട്ട്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിൽ ഈ ഒരു മെത്തേഡിലായിരിക്കും. ഇതുപോലെ തന്നെയാണ് 2 ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ, which of the following features distinguish the Elephanta caves from the other rock cuts such as early India? അപ്പൊ എലിഫന്റ കേവ്സ് മഹാരാഷ്ട്രയിലാണെന്നും അതിൽ അവിടെ ശിവന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു, ത്രിമൂർത്തി സ്കൾപ്ചർ അവിടെ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അത്തരം ഫാക്റ്റുകളൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് എന്ത് ചെയ്തു ക്വസ്റ്റ്യൻസ് വന്നു. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു. അപ്പൊ എലിഫന്റ് കേസിനെ പറ്റി കൃത്യമായിട്ടൊരു ഐഡിയ ഉള്ള ആൾക്കാർക്കും ഈ ഒരു ക്വസ്റ്റിനെ ആൻസർ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പൊ അതായത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെയല്ല പഠിക്കേണ്ടത്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്റ്റിലൂടെ എന്ത് വേണം നമ്മൾ പഠിക്കണം. ആ ഒരു കാര്യം ഈ ഒരു ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഗോഞ്ച ഫെസ്റ്റിവൽ ഓഫ് ബസ്റ്റാറിനെ പറ്റി 3 സ്റ്റേറ്റ്മെന്റ്, അതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളത് എഴുതണം. ഓക്കെ, ആ സ്റ്റാർട്ടിംഗ് ജികെയിൽ വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, പക്ഷെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല ഒരു പാറ്റേണിൽ മാറ്റം വന്നു. ഓക്കെ, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആക്കി. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആക്കിയ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ അങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് പ്രോപ്പർലി ഞാൻ പറഞ്ഞു തന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് ഏതൊക്കെ, അത് നമ്മൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. ഏതൊക്കെ ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ ഏരിയാസ് നിങ്ങൾ പഠിക്കണം, ഏതൊക്കെ ഏരിയാസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു തരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ വന്നത് യൂട്യൂബില് നമ്മുടെ CGL 2026 GK നിങ്ങൾക്ക് അല്ലെങ്കിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ GK സബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആ സീരീസ് നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആയിരിക്കും. അതായത് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ഏതാണെന്നൊക്കെ മനസ്സിലാക്കി അതുമായിട്ട് റിലേറ്റ് ചെയ്ത ചെറിയ ചെറിയ റിസർച്ചുകളൊക്കെ നടത്തിയിട്ട് തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആയിരിക്കും, അത് മറക്കണ്ട. ഓക്കെ, അപ്പൊ അവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ടോപ്പിക്കിനും ഏതൊക്കെ ഏരിയാസ് ആണ് പ്രയോറിറ്റി കൂടുതൽ കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പോ ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളെ ഒന്നുകൂടി പറയാം. അതായത് നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് തിയറി, അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളുടെ തിയറി കോൺസെപ്റ്റുകൾ എന്ത് ചെയ്യുക, പഠിക്കുക. തിയറി കോൺസെപ്റ്റുകൾ എന്ത് ചെയ്യണം, ഡെഫിനറ്റ്ലി നമ്മൾ പഠിക്കണം. അപ്പൊ അങ്ങനെ പഠിച്ചതിന് ശേഷം അതെന്ത് ചെയ്യണം, അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോ 2025 മാത്രമാണ് പുതിയ പാറ്റേണിൽ എക്സാം നടന്നത് എന്ന് പറഞ്ഞാൽ 2022 മുതൽ 24 വരെയുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിരിക്കുന്നു വേണ്ട, ഡെഫിനറ്റ്ലി പ്രാക്ടീസ് ചെയ്തോ. GK ക്വസ്റ്റ്യൻസ് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എലിഫന്റ് കേവ്സുമായിട്ട് ഇവിടെ ഒരു പുതിയ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടെങ്കിൽ അതുമായിട്ടുള്ള ഇത് മുന്നേ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യണം, കണക്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു കാര്യവുമായിട്ടുള്ള ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഫാക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ നിന്ന് തന്നെ ആയിരിക്കും ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ക്വസ്റ്റ്യൻസും വരുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു കാര്യം മറക്കാതിരിക്കുക. പിന്നീട് ഞാൻ ഈ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തോണം. വൺ ലൈനേഴ്സിനെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് പഠിക്കുക. ഇനി എല്ലാവരും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, മറക്കും. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്തോണം കേട്ടോ. റിവിഷൻ ശരിക്കും നമുക്ക് പ്രോപ്പർലി ആൻസർ ചെയ്യാൻ പറ്റുന്നത് കൃത്യമായിട്ടുള്ള റിവിഷനിലൂടെയാണ്. അതും ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഡൗട്ട് വരും. 1 കറക്റ്റ് ആണോ 2 കറക്റ്റ് ആണോ അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് വരാം. പക്ഷെ അങ്ങനെയല്ല, കൃത്യമായിട്ട് എന്ത് ചെയ്തോണം, റിവൈസ് ചെയ്തോണം. എടാ റിവിഷൻ ഇല്ല, നമ്മളെല്ലാം പഠിച്ചു പോവാ. അപ്പൊ അങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അങ്ങനെയല്ല, 1 വീക്കിൽ പഠിക്കുന്ന കാര്യങ്ങളെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മൺഡേ ടു ഫ്രൈഡേ പഠിക്കുന്ന കാര്യങ്ങളെ സാറ്റർഡേ സൺഡേ എന്ന് പറയുന്ന ദിവസം എന്ത് ചെയ്തോളുക, കൃത്യമായിട്ട് റിവൈസ് ചെയ്തോണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, പ്രോപ്പർലി ഓർക്കുക. ശരിക്കും നമ്മൾ കോൺസെപ്റ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ടുള്ള റിവിഷൻസ് നടത്തുക. ഇതായിരിക്കും GKയിലെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കുകൾക്കാണ് പ്രയോറിറ്റി കൊടുക്കണമെന്ന് മനസ്സിലായി. കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ പഠിച്ചോണം കേട്ടോ. അതുപോലെ തന്നെ സയൻസ് സബ്ജക്റ്റുകൾ ഒരുപാട് പ്രയോറിറ്റി തുടക്കത്തിൽ കൊടുക്കണ്ട. ഏകദേശം കുറച്ചൊക്കെ ഐഡിയ ഉള്ളതാണല്ലോ, ആ ഐഡിയ വെച്ച് തന്നെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ബാക്കി പറയാനുള്ളത്, ബാക്കി ഞാൻ പറഞ്ഞ പോലെ തന്നെ അതായത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പൊ ആ ഏരിയാസ് ഏതാണെന്ന് മനസ്സിലാക്കി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകൾ ആ രീതിയിൽ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ യൂട്യൂബ് സെക്ഷനിൽ ഫ്രീ ആയിട്ട് വരുന്ന സെക്ഷനും അത്തരം അതായത് 2025 പുതിയ പാറ്റേണിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനിയിപ്പോ കുറച്ചുകൂടി നിങ്ങൾ ഒരു സെന്ററിൽ വന്ന് പഠിക്കണം, അല്ലെങ്കിൽ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്ത് ശരിയാവുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമ്മുടെ ഓഫ്ലൈൻ കോഴ്സസ് അവൈലബിൾ ആണ് കേട്ടോ. ദിശ അക്കാദമിയുടെ ഓൾറെഡി ജൂൺ മന്തില് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഡെഫിനറ്റ്ലി നമ്മുടെ ഓഫ്ലൈൻ സെന്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ കൺവീനിയന്റ് ആയിട്ട് വരാൻ പറ്റുന്നത് ആ സെന്ററിൽ വന്ന് പഠിക്കാവുന്നതാണ്. അതായത് 5 സ്ഥലങ്ങളിലാണ് നമുക്ക് ബ്രാഞ്ച് ഉള്ളത്: കൊട്ടാരക്കര, കൊല്ലം, ട്രിവാൻഡ്രം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്. ഓക്കെ, അപ്പോൾ ഓഫ്ലൈൻ സെന്ററിൽ വന്ന് പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അല്ലേ. അതായത് കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ
മാറി വന്ന പാറ്റേൺസ് അനുസരിച്ച് അല്ലെങ്കിൽ മാറി വന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് തന്നെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ആ ക്ലാസ്സുകളെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് വർക്ക്ഔട്ട് മെറ്റീരിയൽ സോൾവ് ചെയ്യും. അപ്പൊ അവിടെ ആ വർക്ക്ഔട്ട് മെറ്റീരിയൽ സോൾവ് ചെയ്യാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ അതിനുശേഷം നിങ്ങൾക്ക് അത്യാവശ്യം കോൺസെപ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് മോക്ക് എക്സാമുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ക്യൂസസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. അപ്പൊ നിങ്ങളെ ശരിക്കും എക്സാം ഓറിയന്റഡ് ആയിട്ടായിരിക്കും ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലൂടെ പോകുന്നുണ്ടാവുക. ഇനി അതുപോലെ തന്നെ പ്രോപ്പർലി നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് എല്ലാം കൃത്യമായിട്ട് തരും. നിങ്ങളുടെ വീക്ക് സെക്ഷൻ ഏതാണെന്ന് മനസ്സിലാക്കി, നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കി ആ വീക്ക് ഏരിയ ബൂസ്റ്റ് ചെയ്യാനുള്ള സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ശരിക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു പ്രോപ്പർ ഓറിയന്റഡ് ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ഓഫ്ലൈൻ സെന്റേഴ്സിൽ എവിടെയാണോ അവിടെ എന്ത് ചെയ്യാം, നമ്പർ ഇതിലുണ്ട്, ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പക്ഷേ സെന്ററിൽ ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടാണ് കോഴ്സ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ദിശ അക്കാദമിയുടെ ഓൺലൈൻ കോഴ്സസും അവൈലബിൾ ആണ് കേട്ടോ. അതായത് നമ്മുടെ SSCയുടെ എക്സാംസിന് വേണ്ടിയിട്ടും അതുപോലെ റെയിൽവേയുടെ എക്സാമിന് വേണ്ടിയിട്ടും നമുക്കറിയാം ഇപ്പോൾ റെയിൽവേ എക്സാം ഇയർലി നോട്ടിഫിക്കേഷൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ SSCയുടെ എക്സാംസിനും അതുപോലെ തന്നെ റെയിൽവേയുടെ എക്സാമിനും വേണ്ടിയിട്ട് പ്രോപ്പർലി സെപ്പറേറ്റ് ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ഓൺലൈൻ കോഴ്സ് നിങ്ങൾക്ക് അറിയാലോ, ലൈവ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഒരു സൺഡേ ആവുന്ന ദിവസം തന്നെ അടുത്തൊരു വീക്കിൽ ഏതൊക്കെ ഡേയ്സ് ആണ് ഏതൊക്കെ ടൈമിലാണ് ക്ലാസ് വരുന്നത് നിങ്ങളെ അറിയിക്കും. അതുകൊണ്ട് ആ ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് അത് മുന്നേ അറിയാവുന്നതുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത ആ ടൈമിൽ നിങ്ങൾക്ക് ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ലൈവ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഫാക്കൽറ്റീസുമായിട്ട് ഡൗട്ട് ഒക്കെ ചോദിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. അവിടെയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെന്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഒക്കെ ആക്കി ഫോം ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയും നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സസിലോട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ നമ്മുടെ SSCയുടെയും റെയിൽവേയുടെയും ഓൺലൈൻ കോഴ്സസ് എന്താണ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോ ഓവറോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് പറയാം. ഇത്ര മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. CGL എക്സാമിന് GK എങ്ങനെയാണ് പഠിക്കുക. അപ്പൊ GK എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറി വന്ന ഒരു മാറ്റം മനസ്സിലാക്കി. അതായത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്. അപ്പൊ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അവിടെ ഇല്ലെന്ന് വെച്ചാൽ അതുകൊണ്ട് അപ്പൊ പഠിക്കേണ്ടത് ഓരോ ടോപ്പിക്കുകളെയും തിയറി എന്ത് ചെയ്യുക, തിയറി കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് പഠിക്കുക. അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഒരു പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കാര്യവുമായിട്ട് റിലേറ്റ് ചെയ്ത് അതുവരെ എക്സാമിന് ചോദിച്ചിട്ടുള്ള വൺ ലൈനേഴ്സിനെല്ലാം കൂടി കണക്ട് ചെയ്ത് ഒരുമിച്ച് അങ്ങ് പഠിച്ചു വെക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കുറച്ചധികം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ കുറേ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എക്സാം ഹോളിൽ കൺഫ്യൂഷൻ വരും. അപ്പൊ അത്തരം ഞാൻ പറഞ്ഞില്ല, അത്തരം സീരീസ് ഓൾറെഡി നമ്മൾ യൂട്യൂബിലും ഫ്രീ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഇനി വരുന്ന സെക്ഷൻസിൽ ഓരോ ടോപ്പിക്കിൽ നിന്നും ഏതൊക്കെ ഏരിയ കൂടുതൽ പഠിക്കണമെന്നും ഏതൊക്കെ ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നും എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ മറ്റൊരു സെക്ഷനിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.